വത്തിക്കാനിൽ നമുക്കറിയാം തൊട്ടടുത്ത് തന്നെ അവിടെ ഗ്രാൻഡ് മോസ്ക് ഉണ്ട്. ഒരു വലിയ മുസ്ലിം പള്ളിയാണ്. വത്തിക്കാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ആ മുസ്ലിം പള്ളിയുടെ നിർമ്മാണത്തിൽ ആ കാലത്തെ പോപ്പ് മാർപ്പാപ്പന്മാർ വളരെയേറെ അതിന് സഹായിച്ചിട്ടുണ്ട്. സൗദി ഗവൺമെൻറ്റും അന്നത്തെ സൗദി രാജാവ് ഫഹദ് രാജാവും മറ്റു മുസ്ലിം രാജ്യങ്ങളും പോപ്പിൻ്റെ ആശീർവാദത്തോടെയാണ് ആ പള്ളി നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയത്. ആ പള്ളിയിൽ ഒരു സർവ്വമത സഭയുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും സംവാദങ്ങൾ നടക്കും. വത്തിക്കാനിൽ വരുന്നവരൊക്കെ തന്നെ ആ മുസ്ലിം ഗ്രാൻഡ് മോസ്കിലും സന്ദർശിക്കുന്നുണ്ട്. വത്തിക്കാനിൽ ഞങ്ങൾ പോയ സന്ദർഭത്തിൽ അവിടെ വത്തിക്കാൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു വാർഷിക പരിപാടി നടക്കുകയായിരുന്നു. ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ നടക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അപ്പോൾ റോമ നഗരം മുഴുവനും ആ ഒരു വർഷം അലങ്കരിച്ചുകൊണ്ടും വളരെ നല്ല വൃത്തിയാക്കിയുമാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പള്ളിയും മുസ്ലിം പള്ളിയും പരിസരങ്ങളും ഒക്കെ തന്നെ വളരെ നല്ല നിലയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും പോപ്പിൻ്റെ തന്നെ വത്തിക്കാൻ്റെ കൂടി സഹായത്തോടെ അവിടെ അതുപോലെ റോമ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ പള്ളിയും നവീകരിക്കുകയും വളരെ മോഡിഫൈ ചെയ്യുകയും ചെയ്തത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ പള്ളിയിലെ ഗ്രാൻഡ് ഇമാം പറഞ്ഞു, അത് വത്തിക്കാനോടുള്ള ഞങ്ങളുടെ സ്നേഹമാണ്, വത്തിക്കാനോടുള്ള നമ്മുടെ സാഹോദര്യമാണ്. വത്തിക്കാൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള ഉത്സവം അത് എല്ലാവരുടെയും ഉത്സവമായിട്ട് തന്നെയാണ് അവിടുത്തെ ഈ ഗ്രാൻഡ് ഇമാമും മുഫ്തിയും ഒക്കെ തന്നെ അതിനെ കാണുന്നത്. അവർ പരസ്പരം അവരുടെ പരിപാടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ആസ്ഥാനമായിട്ട് കൂടി നമുക്ക് വത്തിക്കാനെ കാണുവാൻ സാധിക്കും. അതിൻ്റെ അധിപനാണിപ്പോൾ നമ്മളോട് വിട പറഞ്ഞിട്ടുള്ളത്. അതിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്. എൻ്റെ എല്ലാവിധത്തിലുള്ള അനുശോചനങ്ങളും ഞാനിവിടെ അറിയിക്കുകയാണ്.